3 മൊഡ്യൂൾ മാത്രം പഠിച്ചിട്ട് ദയവ് ഇത് പോകരുത്. പാടായിരിക്കും പാസ്സാവാൻ. നിങ്ങളൊരു 80 മാർക്കിനെങ്കിലും പഠിച്ചാൽ മാത്രമാണ് 40 മാർക്ക് കിട്ടുള്ളൂ. ആ ഒരു കൺസെപ്റ്റ് വെച്ചുകൊണ്ട് മാത്രമേ എല്ലാ സബ്ജക്റ്റും പഠിച്ചെഴുതാൻ പോവാവുള്ളൂ. അല്ലാതെ 40 മാർക്കിന് വേണ്ടി കറക്റ്റ് പഠിച്ചിട്ട് പോകരുത്. ആരും ഒരു ക്വസ്റ്റ്യനും ഫുൾ മാർക്ക് തരില്ല. അത് പ്രോബ്ലം കറക്റ്റ് ആൻസർ ആണെങ്കിൽ മാത്രം ഫുൾ ആൻസർ തരും. അല്ലാത്ത കേസുകളിൽ ഒന്നിലും ഫുൾ മാർക്ക് തിയറിക്കൊന്നും ആരും തരില്ല. അല്ലെങ്കിൽ അത്രയും പെർഫെക്റ്റ് ആയിട്ട് എഴുതിയതായിട്ട് ആ വാല്യൂ ചെയ്യുന്ന ആൾക്ക് തോന്നണം. അപ്പോൾ ഒരിക്കലും ഒരു 40 മാർക്കിന് വേണ്ടി പഠിച്ചിട്ട് പോകരുത്. ഒരു 80 മാർക്കിനെങ്കിലും പഠിച്ചിട്ട് പോവാം. അപ്പോൾ നമുക്കൊരു 40 മാർക്ക് കിട്ടും. ഓക്കെ, അങ്ങനെ ആണ് കാര്യങ്ങൾ. ദെൻ ഇനി ഇതിനകത്ത് 2 ടെസ്റ്റ്. മൂന്നാമത്തെ ടെസ്റ്റാണ് അൺകൺഫൈൻഡ് കംപ്രസീവ് സ്ട്രെങ്ത്. ഇന്നത്തെ പോലെ വീഡിയോ വെച്ചിട്ടുണ്ട്. ഈ അപ്പാരറ്റസ് ഒക്കെ അവിടെ ഉണ്ട്. അടുത്ത സെമ്മിൽ ഈ GT1 പഠിച്ച എല്ലാ എക്സ്പീരിമെന്റ്സും ലാബ് ചെയ്യാനുള്ളതാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇപ്പം ഈ പഠിച്ച ട്രയാക്സിൽ വെയിൻ ഷിയർ ഒഴികെ ബാക്കി എല്ലാം നമ്മൾ ലാബ് ചെയ്യുന്നുണ്ട്. അപ്പം അത് അടുത്ത സെമസ്റ്ററിൽ ഇതും കൂടെ ലാബും കൂടെ ഉള്ള സമയത്ത് അറിഞ്ഞ് GT1 നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയി തോന്നിയേനെ. പക്ഷെ യൂണിവേഴ്സിറ്റി തിരിച്ചാണ് ഇട്ടിരിക്കണേ, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി അൺകൺഫൈൻഡ് കംപ്രസീവ് സ്ട്രെങ്ത്. ഞാൻ പെട്ടെന്ന് നിർത്താം. ഞാൻ ഈ 2 പ്രൊസീജിയറും പറഞ്ഞ് പ്രോബ്ലം പറ്റണ പോലെ എടുത്തിട്ട് ഞാൻ നിർത്താം. നാളത്തെ ഒരു സ്ലോട്ടും കൂടി ഉണ്ടാവും കേട്ടോ. ഫസ്റ്റ് സ്ലോട്ട് ഞാനായിരിക്കും നാളെ 7:15 തൊട്ട്. അപ്പോൾ നാളെയും കൊണ്ട് ഇത് വൈൻഡ് ചെയ്യാം. ദെൻ ഇതാണ് അൺകൺഫൈൻഡ് കംപ്രസീവ് സ്ട്രെങ്ത്. വീഡിയോ കാണാമോ? ഹലോ, പെട്ടെന്ന് എല്ലാവരും സൗണ്ട് പോയ പോലെ, മീൻസ് ആരും മിണ്ടാതായപ്പോൾ എനിക്ക് സംശയം കേൾക്കണില്ലേന്ന്. ഇനി ഇതാണ് അൺകൺഫൈൻഡ് കംപ്രസീവ് സ്ട്രെങ്ത്. ഇതിൽ നമ്മൾ ചെയ്യുന്ന ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കണ ഇതാണ് ലാബിൽ ഷിയർ സ്ട്രെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന എക്സ്പെരിമെന്റ് തന്നെയാണ് ഇതും. അൺകൺഫൈൻഡ് കംപ്രസീവ് സ്ട്രെങ്ത് ഈ കാണുന്നതാണ് ഡിവൈസ്. നമ്മുടെ ലാബിലും ഉണ്ട്. 2 ഡയൽ ഗേജ് ഉണ്ട്, പ്രൂവിംഗ് റിങ്ങും റീഡിലും ഡയൽ ഗേജ് റീഡിങ്ങും. നമ്മൾ ടെസ്റ്റ് ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സോയിലാണ് എടുക്കണം. നമ്മൾ വേണ്ട സോയിൽ എടുക്കും. ആ സോയിൽ നമ്മളൊരു റിക്വയർഡ് എമൗണ്ട് ക്വാണ്ടിറ്റി ഉണ്ട്. ആ റിക്വയർഡ് ക്വാണ്ടിറ്റിയിൽ നമ്മൾ ആ സോയിൽ എടുക്കും. സോയിൽ എടുത്തിട്ടാണ് നമ്മൾ സോയിൽ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഒരു മൗൾഡ് ഉണ്ട്. നമ്മളതിന് പുട്ടുകുറ്റി എന്നുള്ള രീതിയിലൊക്കെ പറയും. ഇതാണ് മൗൾഡ്. ഇതൊരു ചെറിയ റാമർ ഉണ്ട്, കാണിച്ചു തരാം. കണ്ടോ, ഈ മൗൾഡ് നമ്മൾ ഗ്രീസ് ചെയ്യും. നമുക്ക് വേണ്ട ക്വാണ്ടിറ്റി ഓഫ് സോയിൽ ആദ്യം നമ്മൾ വേ ചെയ്ത് വെക്കും. എന്നിട്ട് ഈ മൗൾഡിൽ ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ്, നമ്മൾ സ്റ്റാൻഡേർഡ് പ്രോക്ടറിൽ നമ്മൾ കണ്ടുപിടിച്ച ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് എത്രയാണോ ആ ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് ആണ് നമ്മൾ ഈ സോയിലിൽ ഇനീഷ്യലി കൊടുക്കുന്നത്. ഈ സാമ്പിൾ നമ്മൾ അത്രയും എമൗണ്ട് ഓഫ് വാട്ടർ ആണ് നമ്മൾ ഇനീഷ്യലി ആഡ് ചെയ്യുന്നത്. അത് ആഡ് ചെയ്തതിന് ശേഷം സോയിൽ നന്നായി മിക്സ് ചെയ്യും. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, 2.5 കിലോഗ്രാം റാമർ എന്ന് പറഞ്ഞാൽ ഇത് ഇടിച്ച് താത്തണ ആ സാധനം ദേ കണ്ടോ, ഈ സാധനം. ആ റാമറിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 2.5 കിലോഗ്രാം ആയിരിക്കും. 3 ലെയർ ആയിട്ട് 36 നമ്പർ ഓഫ് ബ്ലോസ് കൊടുത്താണ് നമ്മൾ ആ മൗൾഡിൽ സോയിൽ സാമ്പിളിനെ ഫില്ല് ചെയ്യണേ. സോയിൽ സാമ്പിൾ എടുക്കും. റിക്വയർഡ് എമൗണ്ട് ഓഫ് വാട്ടർ കണ്ടന്റ് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത് ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് ആണ്. സ്റ്റാൻഡേർഡ് പ്രോക്ടറിൽ കിട്ടിയ ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് ആണ് നമ്മൾ യൂഷ്വലി വാട്ടർ കണ്ടന്റ് ആഡ് ചെയ്യുന്നത്. അതെടുത്ത് സോയിൽ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ മൗൾഡിൽ 3 ലെയർ ആയിട്ട് 2.5 കിലോഗ്രാം വെയിറ്റ് ഉള്ള ഒരു റാമർ വെച്ച് 36 നമ്പർ ഓഫ് ബ്ലോസ് ഓരോ ലെയറിനും കൊടുത്താണ് നമ്മൾ അതിനെ കോമ്പാക്ട് ചെയ്യണത്. ദെൻ അങ്ങനെ കോമ്പാക്ട് ചെയ്തു ഹൈലി, അത് നല്ല മൗൾഡ് ഫുൾ കംപ്ലീറ്റ്ലി ഫില്ലായതിന് ശേഷം നമ്മൾ ഈ മൗൾഡിൽ നിന്ന് ആ സാമ്പിളിനെ പുറത്തെടുക്കും. അപ്പോൾ ആ മൗൾഡിന്റെ ഷേപ്പിൽ നമുക്ക് സാമ്പിൾ കിട്ടും. പുട്ടുകുറ്റിന്ന് നമ്മൾ എങ്ങനെയാണോ പുട്ട് കുത്തുന്നത് ആ രീതിയിലാണ് ഇതിൽ നിന്ന് നമ്മൾ ആ സോയിൽ സ്പെസിമെൻ നമ്മൾ പുറത്തെടുക്കണം. ഇതിൽ കാണാം. അത് പതുക്കെ അതിന്റെ സ്ക്രൂ അഴിച്ച് ഓക്കെ കണ്ടോ, ആ മൗൾഡ് അതൊരു ഇതാണ്, കുത്തി എടുക്കാൻ പാകത്തിനുള്ള ഒരു എന്താ അതിനെ പറയുന്ന ഒരു സ്പെസിമെൻ ആണത്. അത് വെച്ചിട്ട് നമ്മളിത് ആ മൗൾഡിൽ നിന്ന് നമ്മൾ കോമ്പാക്ട് ചെയ്ത ആ സോയിൽ ആസച്ചാണ് നമ്മൾ പുറത്തെടുക്കണം. ആ മൗൾഡിന്റെ ഷേപ്പിൽ കണ്ടോ,
ഈ കൊണ്ടുവച്ചേക്കണ സോയിലാണ്. എന്നിട്ട് നമ്മൾ ലോഡിങ് പാൻ, ഇത് ലോഡ് കൊടുക്കണ ഇതാണ്, അതിനകത്താണ് ഈ ഡയൽ ഗേജ് ഇരിക്കണേ. ആ ലോഡ് ജസ്റ്റ് അതിനകത്ത് ടച്ച് ചെയ്ത് വെക്കും. ആ സോയിലിൽ നമ്മൾ എടുത്ത മോൾഡിൽ നിന്ന് എടുത്ത സോയിൽ എടുത്ത് ജസ്റ്റ് അതിൽ ടച്ച് ചെയ്ത് വെക്കും. ദെൻ ലോഡ് കൊടുക്കാനുള്ള സെറ്റപ്പ് നമ്മൾ അറേഞ്ച് ചെയ്യും. കംപ്രഷനാണ്, കംപ്രസീവ് ലോഡാണ് ഇതിനകത്ത് അപ്ലൈ ചെയ്യണേ. ലോഡ് കൊടുത്ത് നമ്മൾ ഓരോ ടൈമിലും ഡയൽ ഗേജ് റീഡിങ്ങും പ്രൂവിങ് റിംഗ് റീഡിലും നമ്മൾ നോട്ട് ഡൗൺ ചെയ്യും. ഇൻസ്ട്രുമെൻറ്റ് ചെക്ക് ചെയ്യണം ഇനീഷ്യലി സ്റ്റാർട്ടിങ് 0 ആണോ എന്നുള്ളത്. അതിനുശേഷം ലോഡിങ്, കംപ്രസീവ് ലോഡിങ് നമ്മൾ കൊടുത്തതിന് ശേഷം ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തിക്കഴിയുമ്പം ഈ പ്രൂവിങ് റിംഗ് റിവേഴ്സ് കയറും. അതിനർത്ഥം ആ സോയിൽ എന്ത് ചെയ്തു, ഫെയിൽ ആവാൻ തുടങ്ങി. അതായത് അപ്പോൾ ആ സോയിലിൻ്റെ നമ്മൾ സർഫസ് നോക്കിയാൽ അറിയാം അതിനകത്തൂടെ ക്രാക്സ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. എപ്പോഴാണോ ആ പ്രൂവിങ് റിംഗ് തിരിച്ച് കറങ്ങുന്നത് അപ്പം നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. നമ്മൾ കിട്ടുന്ന പ്രൂവിങ് റിംഗ് റീഡിലും ഡയൽ ഗേജ് റീഡിങ്ങും നമ്മൾ എടുത്തതിന് ശേഷം എന്ത് ചെയ്യും, ഗ്രാഫ് വരയ്ക്കും. പ്രൂവിങ് റിംഗ് റീഡും ഇതും വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഗ്രാഫ് വരയ്ക്കും. ഗ്രാഫ് വരയ്ക്കുമ്പോഴും നമ്മൾ ചെയ്യുന്നത് എക്സ് ആക്സിസിൽ ഷിയർ സ്ട്രെസ്സും എക്സ് ആക്സിസിൽ നോർമൽ സ്ട്രെസ്സും വൈ ആക്സിസിൽ ഷിയർ സ്ട്രെസ്സും ആണ്. ഈ അൺകൺഫൈൻഡ് കംപ്രസീവ് സ്ട്രെങ്ത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ് നമ്മൾ നേരത്തെ 2 ടെസ്റ്റ് ചെയ്തെടുത്തും, അതായത് ഡയറക്റ്റ് ഷിയർ ചെയ്തപ്പോഴും ട്രയാക്സിൽ ചെയ്തപ്പോഴും σ3 എന്ന് പറയുന്ന ഒരു മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ് ഉണ്ടായിരുന്നു. ഇവിടെ അങ്ങനെ ഒരു മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ് ഇല്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാക്സിമം ലോഡ് അപ്ലൈ ചെയ്തപ്പോൾ അത് ഫെയിലായി. അപ്പോൾ ഒരു മിനിമം കണ്ടീഷൻ അതിനകത്ത് വരുന്നില്ല. അതുകൊണ്ടാണ് മിനിമം സ്ട്രെസ് അല്ലെങ്കിൽ മിനിമം മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ് 0 ആണെന്ന് പറയുന്നത്. നമ്മൾ ആ സോയിൽ സ്പെസിമെനിലേക്ക് കൊടുക്കാവുന്ന മാക്സിമം ലോഡ് കൊടുത്ത് ആണ് അതിനെ ഫെയിൽ ചെയ്യിക്കുന്നത്. അതുകൊണ്ട് അതിലെ മിനിമം വാല്യൂ അല്ലെങ്കിൽ മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മൾ യൂഷ്വലി 0 ആയിട്ടാണ് എടുക്കുന്നത്. മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ് മാത്രമേ ഉള്ളൂ. അപ്പം സ്ട്രെസ് ലോഡും അറിയാം, ആ സ്പെസിമെൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ അറിയാമെങ്കിൽ നമുക്ക് അതിൻ്റെ മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ് കണ്ടുപിടിക്കാം. അതാണ് σ1 എന്ന് പറയുന്നത്. ആ σ1ൻ്റെ വാല്യൂ ആണ് യൂഷ്വലി എന്ത്, അല്ലെങ്കിൽ ഏതൊരു ആക്സിയൽ സ്ട്രെസ് വന്നപ്പോഴാണോ ആ സോയിൽ സ്പെസിമെൻ ഫെയിൽ ആയത് ആ സ്ട്രെസ് വാല്യൂവിനെയാണ് നമ്മൾ അൺകൺഫൈൻഡ് കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയുക. ഇനി നമ്മൾ ഏരിയ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ആക്സിയൽ ഡയറക്ഷനിൽ ലോഡ് കൊടുത്തിട്ടാണ് നമ്മൾ ഈ ക്രോസ് സെക്ഷനിൽ ഫെയിൽ ആവുന്നത്. അപ്പം ഫെയിൽ ആയി കഴിയുമ്പം എത്രയാണോ ആ സ്പെസിമെൻ്റെ ഏരിയ, ആ ഏരിയ എടുത്ത് വേണം നമ്മൾ മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ് കണ്ടുപിടിക്കാൻ. അതിനുശേഷമാണ് നമ്മൾ യൂഷ്വലി എന്ത് ചെയ്യുന്നത്, മോർ സർക്കിൾ വരയ്ക്കുന്നത്. അപ്പോൾ മോർ സർക്കിൾ വരയ്ക്കുമ്പം ആകെ അവിടെ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ്, അതായത് σ1ൻ്റെ വാല്യൂ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, σ1 കിട്ടിക്കഴിഞ്ഞാൽ അൺകൺഫൈൻഡ് കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്താണ്, ആ σ1/2 ആയിരിക്കും. അല്ലെങ്കിൽ അൺകൺഫൈൻഡ് കംപ്രസീവ് സ്ട്രെങ്ത് /2 ആണ് എന്ത്, ഷിയർ സ്ട്രെങ്ത്. നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ഇതാണ് CU, അതിൻ്റെ ഷിയർ സ്ട്രെങ്ത് ആണ്. അതെങ്ങനെ കിട്ടണേ, നോർമൽ സ്ട്രെസ് മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് എത്രയാണോ അതിൻ്റെ ഹാഫ് ആയിരിക്കും ഷിയർ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കോഫിഷ്യന്റ് ഈസ് ഈക്വൽ ടു മാക്സിമം സ്ട്രെസ് /2 ആയിരിക്കും. അതാണ് അൺകൺഫൈൻഡ് കംപ്രസീവ് സ്ട്രെങ്ത്. അൺകൺഫൈൻഡ് കംപ്രസീവ് സ്ട്രെങ്ത് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു സോയിലിൻ്റെ അൺകൺഫൈൻഡ് കംപ്രസീവ് സ്ട്രെങ്ത് ഇത്രയാണെന്ന് പറഞ്ഞാൽ അത് QU ആണ്. ആ QU കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് സോയിലിൻ്റെ ഷിയർ സ്ട്രെങ്ത് കാണാം. എങ്ങനെ, QU / 2 ചെയ്താൽ മതി. ആ QU എന്ന് പറയുന്നത് ഏതാണ്, മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ് ആണ്, അതായത് σ1 ആണ്. അത് /2 ആണ് എന്ത്, സോയിലിൻ്റെ ഷിയർ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ അൺഡ്രെയിൻഡ് ഷിയർ സ്ട്രെങ്ത് എന്ന് പറയും. അതായത് ഡ്രെയിനേജ് അനുവദിക്കുന്നില്ല. ഈ സ്പെസിമെൻ നമ്മൾ ഉണ്ടാക്കി ഇങ്ങനെ വെച്ചു ലോഡ് അപ്ലൈ ചെയ്യുന്നുള്ളൂ, അതിൽ നിന്ന് വെള്ളം ഉണ്ടെങ്കിൽ പുറത്തേക്ക് പോകുന്നില്ല. കാരണം അത്രയും ഡ്രൈ സോയിലാണ് നമ്മൾ അതിനെ കോമ്പാക്ട് ചെയ്ത് വെച്ചേക്കണേ. അതുകൊണ്ട് അൺഡ്രെയിൻഡ് സ്ട്രെങ്ത് ആയിട്ടാണ് യൂഷ്വലി ഇതിനെ പറയുക. ഇതിൻ്റെ മെറിറ്റ് എന്ന് പറയണത് സിമ്പിളാണ്, ക്വിക്കാണ്, പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അൺകൺസോൾഡേറ്റഡ് അൺഡ്രെയിൻഡ് ആണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്ന കണ്ടീഷൻ. അൺകൺസോൾഡേറ്റഡും ആണ് അൺഡ്രെയിൻഡും ആണ്. 2 സ്റ്റേജിലും, കൺസോൾഡേഷൻ സ്റ്റേജിലും ഷിയറിംഗ് സ്റ്റേജിലും നമ്മൾ ഡ്രെയിനേജ് ഇതിനകത്ത് അനുവദിക്കുന്നില്ല. ദെൻ ഇനി നിങ്ങൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ഒരു ടേം പഠിച്ചായിരുന്നു, സെൻസിറ്റിവിറ്റി. സെൻസിറ്റിവിറ്റി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഒരു അൺഡിസ്റ്റർബ്ഡ് സാമ്പിളും റീമൗൾഡഡ് സാമ്പിളും തമ്മിലുള്ള
അൺകൺഫൈൻഡ് കംപ്രസീവ് സ്ട്രെങ്ത്തിൻ്റെ റേഷ്യോ ആണ് എന്ത്? സെൻസിറ്റിവിറ്റി. അപ്പോൾ നമുക്ക് അൺകൺഫൈൻഡ് കംപ്രസീവ് സ്ട്രെങ്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? സെൻസിറ്റിവിറ്റി ഈസിലി ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ദെൻ അതിൻ്റെ ഡീമെറിറ്റാണ്. ഡീമെറിറ്റ് എന്ന് പറഞ്ഞാൽ ക്ലേ ഉണ്ട്, ചില ഇങ്ങനെ ഫിസേർഡ് ക്ലേ എന്ന് പറയും, അതിനിങ്ങനെ പൊട്ടൽ പോലെ വന്നിരിക്കുന്നത്, ക്ലേയുടെ സ്ട്രക്ചറിൽ ചെറിയ പ്രശ്നങ്ങളുള്ള ക്ലേ നമുക്ക് ഒരിക്കലും ഈ ടെസ്റ്റിൽ അൺകൺഫൈൻഡ് കംപ്രസീവ് സ്ട്രെങ്ത് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ സോയില്, ഓരോ സോയിലിനും അത് ഷെയർ ചെയ്യുന്ന ഓരോ ആംഗിൾ ഓഫ് റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പം അതൊരിക്കലും സീറോ ആവില്ല. ചിലപ്പോൾ നമുക്ക് സീറോ ആയിട്ട് അത് പോയിന്റ് ഔട്ട് ചെയ്ത് നമ്മളെ മിസ്ഗൈഡ് ചെയ്യും. ആംഗിൾ ഓഫ് ഷിയർ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന എപ്പോഴും ഒരു വാല്യൂ ഉണ്ടാവും. ഒരിക്കലും ആ വാല്യൂ സീറോ ആയിരിക്കില്ല. 0 ഡിഗ്രിയിൽ അതൊരിക്കലും ഷിയർ ചെയ്ത് പോവില്ല. അപ്പം നമുക്ക് ചില സാഹചര്യങ്ങൾ അങ്ങനെ ഒരു വാല്യൂ വന്ന് അതിൽ നമ്മുടെ ആൻസേഴ്സ് മിസ്ഗൈഡ് ചെയ്ത് പോകാം, അല്ലെങ്കിൽ സോയിൽ നമുക്ക് തെറ്റായ ഇൻഫോർമേഷൻസ് പാസ് ചെയ്യാം. ഇതാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജ്. 4ാമത്തെ ടെസ്റ്റാണ് വെയിൻ ഷിയർ ടെസ്റ്റ്. വെയിൻ ഷിയർ ടെസ്റ്റിൽ അൺട്രെയിൻഡ് സ്ട്രെങ്ത് ഓഫ് സോഫ്റ്റ് ക്ലേ, അൺട്രെയിൻഡ് സ്ട്രെങ്ത് ഓഫ് സോഫ്റ്റ് ക്ലേ ആണ് നമ്മൾ യൂഷ്വലി വെയിൻ ഷിയർ ടെസ്റ്റ് വഴി ചെയ്യുക. ഇത് ഫീൽഡിൽ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. ഇതാണ് ഈ സാധനം. ഒരു വെർട്ടിക്കൽ സ്റ്റീൽ റോഡാണ്, 4 ബ്ലേഡ് ഉണ്ട്. അപ്പം നമുക്ക് ഏത് സോയിലിൻ്റെ ആണോ ഷിയർ സ്ട്രെങ്ത് കണ്ടുപിടിക്കേണ്ടത് ഫീൽഡിൽ, ആ ഗ്രൗണ്ടിൽ കൊണ്ടുപോയി നമ്മളത് വയ്ക്കും. ഈ വെയിൻ ഷിയർ ആ ഗ്രൗണ്ടിൻ്റെ മുകളിൽ വച്ചതിന് ശേഷം ഈ ഹാൻഡിൽ, ഈ കാണിച്ചിരിക്കുന്ന ഹാൻഡിലാണ്, അവിടെ നമ്മളൊരു ടോർക്ക് അപ്ലൈ ചെയ്യും. ടോർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ട്വിസ്റ്റിംഗ് മൊമെൻറ്റ്, ട്വിസ്റ്റ് കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യും? ഈ വെയിനെ, ഈ ബ്ലേഡിനെ അങ്ങ് കംപ്രസ് ചെയ്ത് ആ ഗ്രൗണ്ടിലേക്ക് നമ്മൾ ഇറക്കി വിടും. അങ്ങനെ എത്രത്തോളം കംപ്രസ് ചെയ്യും? സോയിൽ എപ്പോഴാണോ ഷിയർ ഫെയിലിയർ സംഭവിക്കുന്നത് ആ പോയിന്റ് വരെ ഇത് ടോർക്ക് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കും. അതായത് ഫർദർ ഇതിങ്ങനെ ഡ്രിവൺ ചെയ്ത് നമുക്ക് പോകാൻ പറ്റാത്തൊരു കണ്ടീഷൻ വരും. അതുവരെ നമ്മൾ എന്ത് ചെയ്യും? ടോർക്ക് ആ ഒരു ഹാൻഡിലിൽ അപ്ലൈ ചെയ്ത് ഈ ഒരു ബ്ലേഡ് നമ്മൾ ഇറക്കിക്കൊണ്ടേയിരിക്കും. അതിനുശേഷം നമ്മൾ ഷിയർ സ്ട്രെങ്ത് മെഷർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ്. ഷിയർ സ്ട്രെങ്ത് S is equal to capital letter T divided by pi into d square h by 2 plus d cube by 6. അതിൽ S എന്ന് പറഞ്ഞാൽ സോയിൻ്റെ ഷിയർ സ്ട്രെങ്ത് ആണ്, T എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്ത ടോർക്ക് ഇൻ ന്യൂട്ടൺ സെൻറ്റിമീറ്റർ. യൂണിറ്റ് ശ്രദ്ധിക്കണം. ഡയമീറ്റർ ഓഫ് ദി വെയിൻ, നമ്മൾ യൂസ് ചെയ്ത ആ വെയിൻ്റെ ഡയമീറ്റർ ആണ് കൊടുക്കേണ്ടത്, D എന്ന് പറയുന്നത്, അത് സെൻറ്റിമീറ്ററിലായിരിക്കണം. വെയിൻ്റെ ഹൈറ്റ് ആണ് കൊടുക്കണം, സെൻറ്റിമീറ്റർ. ഇതാണ് ഡയമീറ്ററും ഹൈറ്റും. ഓക്കെ, ഈ താഴെ കാണിച്ചിരിക്കുന്നതാണ് ആ വെയിൻ്റെ ഡയമീറ്റർ. ഈ വെയിൻ ഒരു ബ്ലേഡിൻ്റെ ഹൈറ്റാണ്, ആ ഹൈറ്റായിട്ട് നമ്മൾ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഇക്വേഷൻ ഡയറക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ യൂഷ്വലി ഷിയർ സ്ട്രെങ്ത് വെയിൻ ഷിയറിൽ നിന്ന് കണ്ടുപിടിക്കുക. ഒരു സോയിലിൻ്റെ സെൻസിറ്റിവിറ്റി കാണാനും സോയിലിൻ്റെ സെൻസിറ്റിവിറ്റി എത്രയാണെന്ന് മെഷർ ചെയ്യാനും നമ്മൾ ഈ ഒരു ടെസ്റ്റ് യൂസ് ചെയ്യും. കാരണം അൺഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ഒരു സോയിലിൽ ഷിയർ സ്ട്രെങ്ത് നമുക്ക് കണ്ടുപിടിക്കാം. റീമൗണ്ടഡ് സ്റ്റേജിലുള്ള ഒരു സോയിലിൻ്റെ ഷിയർ സ്ട്രെങ്ത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് തമ്മിലുള്ള റേഷ്യോ ആണ് സെൻസിറ്റിവിറ്റി. അപ്പോൾ സെൻസിറ്റിവിറ്റി കാണാൻ നമ്മൾ യൂസ് ചെയ്യുന്ന വേറൊരു ടെസ്റ്റാണ് എന്ത്? വെയിൻ ഷിയർ ടെസ്റ്റ്. ഇനി ഇതിൻ്റെ മെറിറ്റ് ഇതാണ്, സിമ്പിളാണ്, പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി ഫിസേർഡ് അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് ക്ലേയിൽ നമുക്കിത് അധികം ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മളിത് ഇറക്കി കഴിയുമ്പോഴേക്കും വാട്ടർ ആയിരിക്കും വരുന്നത്. അപ്പോൾ വാട്ടർ അൺഡ്രെയിൻഡ് കണ്ടീഷനിലാണ് യൂഷ്വലി നമ്മളിത് യൂസ് ചെയ്യാറുള്ളൂ. മൂന്നാമത്തെ മെറിറ്റ് എന്ന് പറയുന്നത് സെൻസിറ്റിവിറ്റി. സോയിലിൻ്റെ സെൻസിറ്റിവിറ്റി നമുക്ക് ഡയറക്റ്റ്ലി മെഷർ ചെയ്യാം. ഡീമെറിറ്റ് ആണ് അടുത്തത്. ഡീമെറിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിസേർഡ് ക്ലേ, അതായത് സാൻഡ് ഉള്ള ക്ലേ, പ്യുവർ ക്ലേ അല്ലാതെ സാൻഡ് മിക്സ് വന്നു കഴിയുമ്പോൾ അതിൻ്റെ ക്രാക്സ് പോലെ ഉണ്ടാവും. അങ്ങനത്തെ ക്ലേയിൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റില്ല ഈ ടെസ്റ്റ്. അതുപോലെ തന്നെ ഫെയിലിയർ എൻവലപ്പ് വരച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ആക്യുറേറ്റ് റിസൾട്ട് ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ കിട്ടില്ല. നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്ന എക്സ്പെരിമെൻ്റ് ആണ്. ഇതാണ് ആ വെയിൻ ഷിയർ ടെസ്റ്റ്. ഓടിച്ച് കാണിച്ചു തരാം, ബാക്കി നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക. സോഫ്റ്റ് ക്ലേ ആണ് നമ്മൾ യൂഷ്വലി അത് യൂസ് ചെയ്യുന്നത്. കണ്ടോ ഈ ചെറിയൊരു സാധനമാണ് ഈ ഹാൻഡിൽ, ഇതിലാണ് നമ്മൾ ടോർക്ക് അപ്ലൈ ആണ്.
ഇതിങ്ങനെ ട്വിസ്റ്റ് ചെയ്യും, ഇപ്പോൾ ഈ കാണിക്കണ പോലെ. അങ്ങനെ ട്വിസ്റ്റ് ചെയ്താണ് നമ്മൾ അതിനകത്ത് ഇത് ചെയ്യണേ. അപ്പോൾ അതിൽ ഇതിപ്പോൾ ഗ്രൗണ്ടിൽ ചെയ്യണുണ്ട്, കണ്ടോ? മണ്ണ് വെച്ചു, അതിനകത്തേക്ക് ഇത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വെച്ചു. സോഫ്റ്റ് ക്ലേ ആണ്. ആ വെയിൻ ഫുള്ളി നമ്മളൊന്ന് ഇനീഷ്യലി അത് കവർ ചെയ്യുന്ന രീതിയിൽ ഇറക്കി വയ്ക്കും. ഇനി എന്നിട്ടാണ് അതിനെ നമ്മൾ ട്വിസ്റ്റ് ചെയ്യുന്നത്. അതിനകത്തൊരു സ്കെയിൽ റീഡിംഗ് ഉണ്ട്. ആ സ്കെയിൽ റീഡിങ് 0 ആയിട്ട് സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ആ ടോർക്ക് അപ്ലൈ ചെയ്യണത്. അപ്പം മാക്സിമം എത്ര ടോർക്കാണ് നമ്മൾ കൊടുത്തതെന്നുള്ള അതിൽ നിന്ന് ഡയറക്റ്റ് മെഷർ ചെയ്യാൻ പറ്റും. കണ്ടോ? ഇങ്ങനെയാണ് വെയിൻ ഷിയർ നമ്മൾ ഡയറക്റ്റ് ഫീൽഡിൽ ചെയ്യുക. ഭയങ്കര സ്ലോയിൽ അത് നമ്മൾ റൊട്ടേറ്റ് ചെയ്താണ് ആ ടോർക്ക് കൊടുക്കണം. ഇത് മനസ്സിലാവണം. എങ്ങനെയാണ് കാണിച്ചതിന് സ്റ്റോപ്പ് ചെയ്യണേ. കണ്ടോ? പിന്നീട് ഫർദർ അതിനകത്തേക്ക് നമുക്കിത് ട്വിസ്റ്റിംഗ് നടക്കാത്തൊരു സിറ്റുവേഷൻ വരും. ആ സ്റ്റേജിൽ നമ്മൾ അതിനെ സ്റ്റോപ്പ് ചെയ്തിട്ട് ആ ടോർക്ക് എത്രയാണെന്ന്, അതിൻ്റെ വാല്യൂ എത്രയാണെന്നുള്ളത് നമ്മൾ നോട്ട് ഡൗൺ ചെയ്തിട്ട് നമ്മൾ ആ വെയിനിനെ പുറത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് വെയിൻ ഷിയർ ടെസ്റ്റ്. ഇനി അടുത്തൊരു ടേമാണ് ലിക്വിഫാക്ഷൻ. ലിക്വിഫാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു സാച്ചുറേറ്റഡ് അല്ലെങ്കിൽ ലൂസി അല്ലെങ്കിൽ സാൻഡി ആയിട്ടുള്ള ഒരു സോയിലാണെന്ന് വിചാരിക്കാം. അപ്പം നമ്മൾ കംപ്രസീവ് ലോഡ് കൊടുത്തോണ്ടേ ഇരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഒരു സാച്ചുറേറ്റഡ് ക്ലേ ആണെങ്കിൽ എന്ത് ചെയ്യും? മാക്സിമം അതിന് താങ്ങാൻ പറ്റുന്ന ഒരു ലോഡ് ഉണ്ടാവും. ആ ലോഡ് വരെ അത് താങ്ങും. പിന്നെ അത് വാട്ടറിലേക്കും പ്രഷർ എടുക്കും. വാട്ടറിനും ഫർദർ ഒരു ലോഡ് താങ്ങാവുന്ന സിറ്റുവേഷൻ ഉണ്ട്. അതും കൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഈ വാട്ടർ എന്ത് ചെയ്യും? തള്ളി പുറത്തേക്ക് വരും. തള്ളി പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? സോയിലിൻ്റെ സ്ട്രെങ്ത്തും നഷ്ടപ്പെട്ട് ഈ സോയില് വാട്ടർ പോലെ ഒഴുകാൻ തുടങ്ങും. ആ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ ലിക്വിഫാക്ഷൻ എന്ന് പറയാം. ഓക്കെ, നമ്മൾ കംപ്രസീവ് ലോഡ് ഒരു സോയിലിന് കൊടുക്കും. മോസ്റ്റ് പ്രോബബിളി സാച്ചുറേറ്റഡ് സോയിലിനാണ് ഇത് ഉണ്ടാവുന്നത്. സാച്ചുറേറ്റഡ് സോയിലിൽ നമ്മൾ കംപ്രസീവ് ലോഡ് കൊടുത്തു. അപ്പം വാട്ടർ ലോഡ് എടുക്കും, സോയിലും ലോഡ് എടുക്കും. ഇത് രണ്ടും എടുത്തൊരു ലിമിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഈ വാട്ടർ എന്ത് ചെയ്യും? ഡ്രെയിൻ ചെയ്ത് പുറത്തേക്ക് പോകാൻ തുടങ്ങും. അത് പുറത്തേക്ക് പോകുന്ന കുറച്ച് ഇതായി കഴിയുമ്പം അതിൻ്റെ സ്ട്രെങ്ത് നഷ്ടപ്പെടും ആ സോയിലിൻ്റെ. അപ്പോൾ എന്ത് ചെയ്യും? ഈ വാട്ടർ ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് പോകുമ്പോൾ ഈ സോയിലും കൂടെ അതിനൊപ്പം തന്നെ ഫ്ലോ ചെയ്ത് പോകാൻ തുടങ്ങും. ആ ഒരു കണ്ടീഷനാണ് നമ്മൾ ലിക്വിഫാക്ഷൻ എന്ന് പറയാം. അടുത്തതാണ് മോർ കൂളം ഫെയിലിയർ ക്രൈറ്റീരിയ. മോർ കൂളം ഫെയിലിയർ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫെയിലിയർ പ്ലെയിനാണ് ഇത് വെച്ച് കണ്ടുപിടിക്കണത്. അതായത് ഇതിൽ മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ ഇക്വേഷൻ, ഇത് നിങ്ങൾ ഇത് കാണാൻ പറ്റുമോ നോക്കാം, ഇല്ലെങ്കിൽ ഞാൻ ടെസ്റ്റിൻ്റെ വേറൊരു സ്കോപ്പ് ഇട്ട് തരാം. ഇതിൽ ഇഫക്റ്റീവ് സ്ട്രെസ്സാണ്. സോയിലിലെ വാട്ടറിൻ്റെ പ്രഷറും എല്ലാ കാര്യങ്ങളും കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ആ സോയിലിൽ എത്രത്തോളം ഷിയർ സ്ട്രെങ്ത് ഉണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുകയാണ് മോർ കൂളമ്പിൽ നമ്മൾ ചെയ്യുക. അപ്പം ഇഫക്റ്റീവ് സ്ട്രെസ്സിൻ്റെ ടേംസിലാണ് നമ്മൾ യൂഷ്വലി ഈ മോർ കൂളം ഫെയിലിയർ ക്രൈറ്റീരിയ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. ഇഫക്റ്റീവ് പ്രഷർ എന്താണ്, അല്ലെങ്കിൽ ഇഫക്റ്റീവ് സ്ട്രെസ് എന്താണ്? പോർ വാട്ടറിൻ്റെ ഇൻറ്റൻസിറ്റിയും കൂടെ മെഷർ ചെയ്തിട്ടായിരിക്കും നമ്മൾ മോർ സർക്കിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതാണ് ഇതിനകത്തുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞു വയ്ക്കുക. ഇനിയുള്ളത് ഇതിൻ്റെ പ്രോബ്ലമാണ്. ഗ്രാഫ് ഉണ്ടോ കയ്യിൽ? ഇല്ലെങ്കിൽ ഞാൻ നാളെ ചെയ്യിക്കാം. ഹലോ, എല്ലാരും ഉറങ്ങിയ? ഗ്രാഫ് ഉണ്ടോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നാളെ ഗ്രാഫ് വാങ്ങിക്കുക. ഇതിനകത്തൊരു 3-4 പ്രോബ്ലംസ് ഉണ്ട്. ഈ 4 പ്രോബ്ലം പല ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ഈ വെയിൻ ഷിയറിൻ്റെയാണ്. ഈ വാല്യൂ പോലും മാറാതെ 1-2 തവണ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പം ഈ 4 ക്വസ്റ്റ്യൻസ് നിർബന്ധമായും പഠിച്ചിട്ട് പോകണം. ആ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കുള്ളൂ ഇതിനകത്ത്. ഇനി വേറെ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കാനില്ല. ഓക്കെ, അപ്പം നാളെ ഗ്രാഫ് എല്ലാവരും കൊണ്ടുവരാം, സാധാ ഗ്രാഫ്. ഓക്കെ, ഞാൻ ഇനിയിപ്പോൾ ചെയ്യിക്കല്ല. നാളെ ഈ 4 പ്രോബ്ലം ചെയ്യിച്ച് നാളെയും കൊണ്ട് ഈ മൊഡ്യൂൾ തീർത്ത് തരാം. പിന്നെ നിങ്ങളിനി എന്നാന്ന് വെച്ചാൽ ടൈം ആലോചിച്ചിട്ട് എന്നോട് പറയുകയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, അപ്പോൾ എന്നോട് മുൻകൂട്ടി നേരത്തെ പറയണം. രാവിലെ പറഞ്ഞിട്ട് വൈകുന്നേരം എടുക്കാൻ പറയരുത്. കാരണം എനിക്കപ്പോൾ കുറച്ച് കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് വെക്കണമല്ലോ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് ഒരു ഡേറ്റ് മുൻകൂട്ടി എന്നോട് പറയുകയാണെങ്കിൽ ആ ടൈമിൽ
ഒരു ദിവസം ഈവനിങ് ഇതുപോലെ ഒരു 2 മണിക്കൂർ അടുപ്പിച്ച് കണ്ടിന്യൂസ് എടുത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് ഡിസ്കഷൻ എന്തെങ്കിലും വേണമെങ്കിൽ അങ്ങനെ ചെയ്തു തരാം. പിന്നെ എക്സാം ടൈം ആകുമ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പേഴ്സണലി മെസ്സേജ് അയച്ചോളൂ, ഒരു വിരോധവും ഇല്ല. പക്ഷെ ദയവ് ഇത് പേര് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കണം. അപ്പം കുറച്ച് പേരുടെ നമ്പർ മാത്രമേ ഞാൻ സേവ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അത് പിന്നെ ഇനി ക്ലാസ് ഓഫ്ലൈനായിട്ട് വേണം, ജസ്റ്റ് ഓടിച്ച് എന്തെങ്കിലും പറഞ്ഞു തരാൻ ആ സമയത്ത് വേണോ, അങ്ങനെ ഓൺലൈനോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിലും ഇൻഫോം ചെയ്യാം. ഓക്കെ. ഗ്രാഫ് നാളെ കൊണ്ടുവരണേ. ഞാൻ ഇനി ഗ്രൂപ്പിൽ മെസ്സേജ് ചെയ്യണോ? നാളെ ഫസ്റ്റ് സ്ലോട്ട് 7:15. ഓക്കെ അല്ലേ? ആ, ആ